കഴിഞ്ഞ 2023-24 വർഷത്തിന്റെ രണ്ടാം പാദത്തിലും 25-ലെ ഒന്നാം പാദത്തിലും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതായ വിദ്യാഭ്യാസ രംഗത്തെ ഫണ്ടുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുവരെ ആ ഫണ്ടുകളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. എന്താണ് അതിന് കാരണം? അതിന് കാരണമായി പറയുന്നത് PM ശ്രീ പദ്ധതി എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത 14,500 സ്കൂളുകളിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുവാൻ കേരളം വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ PM ശ്രീ പദ്ധതി? ഇന്ത്യയിലെ 14,500 സ്കൂളുകൾ, അതിൽ കേരളത്തിലെ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 338 സ്കൂളുകൾ വരും. ആ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാകും. അപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാ ഹൈസ്കൂളുകളിലും +2 സ്കൂളുകളിലും സ്മാർട്ട് റൂം പദ്ധതി, അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസുകൾ എല്ലാം തന്നെ ഈ സർക്കാരിന്റെ കാലത്തല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർണ്ണമായിട്ടും പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പരിപാടിയിലൂടെ നടപ്പിലാക്കി കഴിഞ്ഞു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ പദ്ധതി പൂർണ്ണമാവുന്നത്. അപ്പൊ നിലവിൽ അങ്ങനെ പൂർണ്ണമായി എല്ലാ +2 സ്കൂളുകളും അതുപോലെ ഹൈസ്കൂളുകളും ഈ നിലയിലേക്ക് വന്നു കഴിഞ്ഞ ഒരു സംസ്ഥാനത്തില് പിന്നെ ഈ പദ്ധതിക്ക് എന്താണ് പ്രസക്തി? അതിനാൽ തന്നെ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതിക്ക് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2016 തന്നെ ഈ പദ്ധതികളെല്ലാം ഇവിടെ നടപ്പാക്കിയിരുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നും നിർബന്ധം പിടിക്കുന്നത്? കാരണം ഈ പദ്ധതിയുടെ കൂടെ വരുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ സിലബസാണ്. കേന്ദ്രത്തിൽ അംഗീകരിച്ചിട്ടുള്ള സിലബസാണ് ഈ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത്. എന്താണ് ആ സിലബസിനുള്ള പ്രത്യേകത? ആ സിലബസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാന സിലബസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണത്. അതായത് ശാസ്ത്ര വിഷയങ്ങൾക്കൊക്കെ തന്നെ പ്രാധാന്യം തീരെ ഇല്ലാതെ മതപരവും അതുപോലെ പൗരാണികവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം പല ഭാഗങ്ങളും നമസ്കരിക്കുകയും പുതിയ പല ഭാഗങ്ങളും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് തന്നെ തികച്ചും ഭിന്നമായ വളരെയധികം കോൺട്രവേഴ്സിയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള സിലബസ് ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ പുറകിലുള്ള അജണ്ട. അപ്പോൾ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഏതെങ്കിലും രീതിയിലുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട്? അങ്ങനെ നോക്കുകയാണെങ്കിൽ യാതൊരു ബാധ്യതയില്ല. കാരണം വിദ്യാഭ്യാസം എന്ന വിഷയം ആദ്യം ഇത് സംസ്ഥാന വിഷയമായിരുന്നു. 76-ന് ശേഷം ഇത് കൺകറന്റ് ലിസ്റ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തെയും ഭാഷ, സംസ്കാരം ഒക്കെ അനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കുവാനും നടപ്പിലാക്കുവാനുമുള്ള അവകാശം അതാത് സംസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാന സിലബസും കേന്ദ്ര സിലബസും നിലവിലുള്ളത്. കേന്ദ്ര സിലബസ് പഠിപ്പിക്കുന്ന CBSE, ICSE തുടങ്ങിയ സിലബസുകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നിർബന്ധമായിട്ട് കേന്ദ്ര സിലബസ് അടിച്ചേൽപ്പിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള പ്രൊവിഷനും ഇന്ത്യൻ ഭരണഘടനയിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയുടെ പേരിൽ നടപ്പാക്കിലാക്കാത്തതിന്റെ പേരിൽ 2 വർഷമായിട്ട് കേരളത്തിന് കിട്ടാനുള്ള 1,500 കോടി രൂപയോളം തടഞ്ഞു വെക്കുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് കിട്ടാനുള്ള തുക തടഞ്ഞു വെക്കുന്നതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണങ്ങളും ഇല്ല. അതിന് നേരത്തെ തന്നെ ഈ സംസ്ഥാനങ്ങള് ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാടും ഒന്നും ഇത് നടപ്പിലാക്കുന്നില്ല. അവർക്കും ഈ പറഞ്ഞ തുക കൊടുക്കാതിരിക്കുന്നത് ഒരു തരത്തിലും ഫെഡറൽ തത്വങ്ങൾക്ക് അനുസൃതവുമല്ല. അപ്പൊ ഈ വിഷയത്തില് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ PM ശ്രീ പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പണം മുൻകാലത്ത് കിട്ടാനുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഫണ്ട് തരുമെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും
ന്യായമല്ല. അത്തരത്തില് നിർബന്ധിക്കുവാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള പ്രൊവിഷൻസും നമുക്ക് നമ്മുടെ ഭരണഘടനയിലോ അല്ല നിലനിൽക്കുന്ന നിയമങ്ങളിലോ ഒന്നും കാണുവാൻ സാധിക്കില്ല. അപ്പൊ ഈ തരത്തില് ഇപ്പോ തമിഴ്നാടും അതുപോലെ ബംഗാളും ഒക്കെ കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ കേരളവും കോടതിയെ തന്നെ ഇക്കാര്യത്തിൽ സമീപിക്കേണ്ടി വരും. അങ്ങനെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന കാര്യത്തിൽ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും പോലും നിർദ്ദേശം നൽകിക്കൊണ്ട് കോടതിക്ക് അവസാനം ഇടപെടേണ്ടി വന്നു. അത്തരത്തില് വളരെ നീതിയുക്തമായ ഒരു ഉത്തരവിലേക്ക് ഈ കേസും നയിക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. കാരണം നേരത്തെ ഇപ്പോ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത വളരെ ധീരമായ നിലപാട് തന്നെ ഈ വിഷയത്തിലും കോടതിക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം ഈ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കോടതി ഒരിക്കലും അനുവാദം നൽകുകയില്ല. അപ്പൊ ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പക്ഷെ അത് ഇപ്പോൾ നടക്കുന്ന നടപടികൾ തികച്ചും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്.